മെഡിക്കലിലെ കൊണ്ടുപോയി കൊണ്ടിരുന്ന രാവിലെ പോണ വഴിക്ക് പോയപ്പോ പോണ വഴിക്ക് സാധനം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിയ പ്രേക്ഷകരെ, സംഭവങ്ങളെല്ലാം പിന്നാലെ പറയാം. വർക്കലയിൽ ഡാൻസ് ഓഫ് സംഘം 5 കിലോ കഞ്ചാവുമായി യുവതിയെ പിടികൂടിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇലകമൺ പഞ്ചായത്തിലെ 11-ാം വാർഡ് പുതുറോഡ് വീടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചുപാരിപ്പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയെ 5 കിലോ കഞ്ചാവുമായി തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇപ്പോൾ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ഈ യുവതിയെ അയിരൂർ പോലീസിന് കൈമാറുകയാണ്. അഞ്ച് കിലോ കഞ്ചാവ് തിരുവനന്തപുരം ജില്ലയിലെ ഇലകമൺ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ കൊച്ചുപാരിപ്പള്ളിക്ക് സമീപം പുതുറോഡ് വീടിന് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന 10 മാസമായി ഈ വീടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ചിന്നു എന്ന യുവതിയാണ്. ഇവർക്ക് 37 വയസ്സാണ് പ്രായം. ഇവരെയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം 5 കിലോ കഞ്ചാവുമായി ഇവരെ പിടികൂടുന്നത്. ഇവരുടെ ആദ്യ ഭർത്താവ് ബന്ധം വേർപ്പെടുത്തിയതിനെ തുടർന്ന് മറ്റൊരു യുവാവുമായി താമസിച്ചു വരികയായിരുന്നു. 10 മാസമായി ഇവിടെ താമസിച്ചു വരികയായിരുന്നു. ഈ യുവാവിനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി
കഞ്ചാവ് കടത്തുന്നതിനിടയിൽ 26 കിലോ കഞ്ചാവുമായി കോയമ്പത്തൂർ പോലീസ് പിടികൂടുകയും അയാളിപ്പോൾ ജയിലിൽ കഴിയുകയുമാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ്, ഇന്ന് രാവിലെയോടുകൂടി ഇവരെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് 5 കിലോ കഞ്ചാവും അത് തൂക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അളന്ന് കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ത്രാസുകളും വിൽപ്പനാനന്തരം കിട്ടിയ 12,000 രൂപയും ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. ഇവരെ ഇപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം അയിരൂർ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കരവാരം ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ സഹോദരി കൂടിയാണ്, തിരുവനന്തപുരം ജില്ലയിലെ കരവാരം ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ സഹോദരി കൂടിയാണ് ഇപ്പോൾ പിടിയിലായ ചിഞ്ചു എന്ന യുവതി. ഇവരുടെ സഹോദരിയും ഈ വീട്ടിൽ 6 മാസമായി താമസിച്ച് വരികയായിരുന്നുള്ള വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും അയിരൂർ പോലീസിന് കൈമാറിയ യുവതിയെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.